ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂരിലെ MGR സ്മാരകത്തെക്കുറിച്ചാണ്. നമ്മൾ ആദ്യമായി കയറുന്ന സ്ഥലത്ത് സത്യവിലാസം എന്ന പേരും അതോടനുബന്ധിച്ച് കല്ലിൽ തീർത്ത സിംഹത്തെയും MGRൻ്റെ ഒരു പ്രതിമയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളിനി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് MGRൻ്റെ വീട്ടിലോട്ടാണ്. അതായത് MGR താമസിച്ച ഒരു വീട്, അത് വളരെ സ്മാരകമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആ വീട് കാണാൻ. നമ്മളിനി അങ്ങനെ വീട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. നമുക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നിലവിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ കല്ലിൽ തീർത്തിരിക്കുകയാണ്. അത് താമരയിൽ ആണ് അദ്ദേഹത്തിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏകദേശം നല്ല ഉയരമുണ്ട് അതിന്. വീടിൻ്റെ വാതിൽ തുറക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് MGRൻ്റെ കല്ലിൽ തീർത്ത ഒരു പ്രതിമയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് കാണാനും. ഒരു താമരയിൽ ആണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു വിളക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ വരാന്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനകത്തായിട്ട് മറ്റൊരു റൂമും കൂടി ഉണ്ട്. ആ റൂമിനകത്ത് നമുക്ക് കയറുമ്പോൾ ശരിക്കും അതൊരു അടുക്കളയായിരുന്നു. അത് പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരു അടുക്കളയാണ്. അതിനകത്തൊരു ഫോട്ടോയും വച്ചിട്ടുണ്ട്. വീടിൻ്റെ മറ്റൊരു ഭാഗം ഒരു വരാന്തയിലൂടെ ഇനി സഞ്ചരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് MGRൻ്റെ ഒരു ഫോട്ടോയാണ്. നമ്മളിപ്പം വീടിനകത്ത് നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വീടിന് ചുറ്റുമായിട്ട് ഒരു ഹാങ്ങിങ് ഫ്ലവർ പോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു കിണർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതും പച്ചയിലാണ് അവർ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇത് വീടും അതേപോലെ തന്നെ കിണറുമൊക്കെ അവരുടെ പാർട്ടിയുടെ നിറത്തിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെ ഒരു അങ്കണവാടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൂടാതെ തന്നെ ഈ വീട് മുമ്പ് ഒരു അങ്കണവാടിയായിട്ട് പ്രവർത്തിച്ചിട്ടായിരുന്നു. അത് MGRൻ്റെ വീട് ഒരു അങ്കണവാടിയായിരുന്നു നേരത്തെ. പിന്നീട് സ്മാരകമാക്കിയതിനെ തുടർന്നിട്ടാണ് ഈ അങ്കണവാടി ഈ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. സ്മാരകത്തിൻ്റെ ഒരു വശത്തായിട്ട് അമ്മയുടെയും അച്ഛനെയും പ്രതിമ കാണാം. അമ്മയുടെ പേര് മരുതൂർ സത്യമാമ്മ, അച്ഛൻ്റെ പേര് ഗോപാലമേനോൻ. നമ്മളിനി അടുത്തതായി പോകാൻ പോകുന്നത് MGRൻ്റെ ഒരു ആർട്ട് ഗാലറിയിലേക്കാണ്.
നമ്മൾ ആർട്ട് ഗാലറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആർട്ട് ഗാലറിയുടെ ഇടതുവശത്തേക്ക് പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കല്ലിൽ ആലേഖനം ചെയ്ത ചിത്രം കാണാം. ആർട്ട് ഗാലറിയിൽ മെയിനായിട്ട് അവിടെ കുറേയധികം ഫോട്ടോസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗാലറിയുടെ മറ്റൊരു ഭാഗത്തായിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളും അതിൻ്റെ ഡയറക്ടർ, വർഷം എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഫിലിം സതി ലീലാവതി 1937, എലീസ് ഡങ്കനായിരുന്നു ഡയറക്ടർ. അങ്ങനെ ഡയറക്ടർ, വർഷം, സിനിമയുടെ പേര് എന്നിവ അദ്ദേഹം ഇതുവരെ, അതായത് മരണം വരെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമകളുടെയും ഡയറക്ടർ, വർഷം, പേര് എന്നിവ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ എൻ്റെ ഈ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വ്ളോഗുമായി വീണ്ടും ഞാൻ എത്തും. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.